എല്ലാവർക്കും നമസ്കാരം. കേരള സർവീസ് റൂൾസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കേരള സർവീസ് റൂൾസിൻ്റെ മുൻകാല വർഷ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സീരീസ് ആരംഭിച്ചിരുന്നു. അതിലെ പാർട്ട് 5 ആണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2023 ജൂലൈയിൽ നടന്ന KSR ലോവർ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. KSR പരീക്ഷയുമായി ബന്ധപ്പെട്ട് 2 പുസ്തകങ്ങളാണ് നമുക്ക് റെഫർ ചെയ്യാനുള്ളത്. KSR വോളിയം 1 ആൻഡ് വോളിയം 2. ഈ 2 പുസ്തകങ്ങളും പരീക്ഷാ ഹാളിലേക്ക് നമുക്ക് കൊണ്ടുപോകാവുന്നവയാണ്. KSR വോളിയം 1 ജനറൽ സർവീസ് കണ്ടീഷൻസ് ആൻഡ് ട്രാവലിംഗ് അലവൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. KSR വോളിയം 2 പെൻഷനെ പറ്റി പ്രതിപാദിക്കുന്നു. അപ്പോൾ പലരും കഴിഞ്ഞ ദിവസങ്ങളായി ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ KSRൽ വരുന്ന പ്രോബ്ലംസിൻ്റെ ഉത്തരങ്ങൾ വിശദീകരണം തരാത്തതെന്ന്. നമുക്ക് പരീക്ഷയ്ക്ക് പാസ്സാകാനായിട്ട് 40% എബോവ് മാർക്ക് മാത്രം മതിയാകും. ഇതിൽ ധാരാളം ചോദ്യങ്ങൾ KSRൻ്റെ ഭാഗത്ത് നിന്ന് മുൻകാല വർഷങ്ങളിൽ നിന്ന് ആവർത്തിച്ച് വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എളുപ്പമുള്ള ചോദ്യങ്ങളെല്ലാം പിക്ക് ചെയ്ത് നമ്മൾ എഴുതുകയാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് 60% എബോവ് മാർക്സ് നമുക്ക് കിട്ടും. ഇതൊരു മത്സര പരീക്ഷ അല്ലാത്തതുകൊണ്ട് എത്രയും വേഗം അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എഴുതി നെഗറ്റീവ് മാർക്ക് വരുത്താതെ പാസ്സാവുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. KSRുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസിൻ്റെ എല്ലാം കൂടി നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും വളരെയധികം സമയം നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സമയത്ത് നമ്മൾ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളെ പരിചയപ്പെടാം. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ അതിൽ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടാവുന്നത് വളരെയധികം നല്ലതാണ്. തെറ്റിയ ചോദ്യങ്ങളെല്ലാം നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ റിവിഷൻ സമയത്ത് നമുക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചോദ്യങ്ങൾ നോക്കാം. മാക്സിമം സർവീസ് വെയിറ്റേജ് അഡ്മിസിബിൾ ഇൻ ദ കേസ് ഓഫ് ആൻ വോളണ്ടറി റിട്ടയർമെൻറ്റ് ഈസ്. സ്വമേധയാ വിരമിക്കുന്ന സാഹചര്യത്തിൽ അനുവദനീയമായ പരമാവധി സേവന പ്രാധാന്യം. ആൻസർ അപ് ടു 5 years, 5 വർഷം വരെ. മെയിൽ എംപ്ലോയീസ് ആർ ഗ്രാൻഡഡ് ഡാഷ് ഡേയ്സ് സ്പെഷ്യൽ ക്യാഷ് ലീവ് ഫോർ അണ്ടർഗോയിങ് വാസക്ടോമി. പുരുഷ ജീവനക്കാർക്ക് വന്ധ്യംകരണത്തിന് വിധേയമാകുന്നതിന് ഡാഷ് ദിവസത്തെ പ്രത്യേക ക്യാഷ്വൽ അവധി അനുവദിക്കുന്നു. ആൻസർ 6 days, 6 ദിവസം. ദ പ്രൈമറി കണ്ടീഷൻ ഫോർ ഗ്രാൻഡിങ് ട്രാവലിംഗ് അലവൻസ് ഈസ് ദാറ്റ്. യാത്രാ അലവൻസ് നൽകുന്നതിനുള്ള പ്രാഥമിക വ്യവസ്ഥ ഇതാണ്. ആൻസർ ദ ജേർണി ഷുഡ് ബി മെയ്ഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. യാത്ര പൊതു താൽപ്പര്യത്തിനായിരിക്കണം. ഇഫ് ദ പേ റീച്ചസ് ദ മാക്സിമം ഓഫ് സ്കെയിൽ ഓഫ് പേ then employees are eligible for. ശമ്പളം പരമാവധി ശമ്പള സ്കെയിലിൽ എത്തുകയാണെങ്കിൽ ജീവനക്കാർക്ക് ഇനി പറയുന്നവയ്ക്ക് അർഹതയുണ്ട്. ആൻസർ സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ്. ഇൻ കേസ് വേർ ഫ്രീ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ് ആർ പ്രൊവൈഡഡ് then DA എലിജിബിൾ അറ്റ് ദ റേറ്റ് ഓഫ്. സൗജന്യ ബോർഡിങ്ങും താമസവും നൽകിയിട്ടുണ്ടെങ്കിൽ DAയുടെ യോഗ്യത എത്രയാണ്? ആൻസർ 1/4 DA. Presently, the West time-bound higher grade is granted on completion of dash years of service. നിലവിൽ ഡാഷ് വർഷങ്ങളുടെ സേവനം പൂർത്തിയാക്കുമ്പോൾ ആദ്യമായി ബൗണ്ട് ഹയർ ഗ്രേഡ് നൽകുന്നു. ആൻസർ 8 years, 8 വർഷം. An inspector in cooperative audit department has halted 60 hours inside the headquarters as a part of his official duty. The DA admissible to this officer is. സഹകരണ ഓഡിറ്റ് വകുപ്പിലെ ഒരു ഇൻസ്പെക്ടർ തൻ്റെ ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായി ഹെഡ്ക്വാർട്ടേഴ്സിൽ 60 മണിക്കൂർ നിർത്തി. ഈ ഉദ്യോഗസ്ഥന് അനുവദനീയമായ DA. ആൻസർ നോ DA അനുവദനീയമല്ല. മാക്സിമം സെയിലിംഗ് ഫോർ അവെയിലിംഗ് കമ്മ്യൂട്ടഡ് ലീവ്. കമ്മ്യൂട്ടഡ് ലീവ് അനുവദിക്കുന്നതിനുള്ള പരമാവധി പരിധി. ആൻസർ നോ സെയിലിംഗ്.
പരിധിയില്ല. The extent period of service of a teaching staff beyond the period of actual service will count for. യഥാർത്ഥ സേവന കാലയളവിനപ്പുറം ഒരു അധ്യാപക ജീവനക്കാരുടെ സേവന കാലാവധി കണക്കാക്കുന്നത്. ആൻസർ നൺ ഓഫ് ദ എബോവ്. KSR പാർട്ട് 1 അപ്പൻഡിക്സ് 12B ഡീൽസ് വിത്ത്. KSR ഭാഗം 1 അനുബന്ധം 12B കൈകാര്യം ചെയ്യുന്നത്. ആൻസർ ലീവ് ഫോർ സ്റ്റഡി പർപ്പസ്, പഠനത്തിനായുള്ള അവധി. ഇത് പുസ്തകം നോക്കി എഴുതേണ്ട ചോദ്യമാണ്. KSRൻ്റെ പുസ്തകം എടുത്തിട്ട് അതിൽ പാർട്ട് 1 അപ്പൻഡിക്സ് 12B നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. അതിൽ പറയുന്നത് ലീവ് ഫോർ സ്റ്റഡി പർപ്പസിനെ കുറിച്ചാണ്. മാക്സിമം DCRG അഡ്മിസിബിൾ ഈസ്. അനുവദനീയമായ പരമാവധി DCRG. ആൻസർ 16 half times of the emolument subject to a maximum of 17 lakhs. പരമാവധി 17 ലക്ഷത്തിന് വിധേയമായി 16 തവണ ശമ്പളം. ഇത് ഏറ്റവും പുതിയ പേ റിവിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 2021 പേ റിവിഷൻ പ്രകാരം മാക്സിമം DCRG എന്ന് പറയുന്നത് 17 ലക്ഷമാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് 2021 പേ റിവിഷനെല്ലാം ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. പറ്റേണിറ്റി ലീവ് ഷുഡ് ബി അവൈൽഡ് വിത്തിൻ. പിതൃത്വ അവധി ഡാഷ് വരെ പ്രയോജനപ്പെടുത്താം. ആൻസർ 3 months, 3 മാസം. The percentage of mileage allowance or DA admissible while an employee is traveling in hill tract is. ഒരു ജീവനക്കാരൻ മലയോര മേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ അനുവദനീയമായ മൈലേജ് അലവൻസിൻ്റെ ശതമാനം അല്ലെങ്കിൽ DA. ആൻസർ 25, 25. ഓഫീസേഴ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ഡാഷ് കാറ്റഗറീസ് ഫോർ ദ പർപ്പസ് ഓഫ് TA കാൽക്കുലേഷൻ. TA കണക്കാക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെ ഡാഷ് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ആൻസർ 4, 4 കാറ്റഗറിയായി തിരിച്ചിരിക്കുന്നു. If an employee is certified as incapacitated to continue in service, he will be eligible for. ഒരു ജീവനക്കാരൻ സേവനത്തിൽ തുടരാൻ കഴിവില്ലാത്തയാളാണെന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ അയാൾക്ക് ഡാഷിന് അർഹതയുണ്ട്. ആൻസർ ഇൻവാലിഡ് പെൻഷൻ. The charge allowance can be paid for a maximum period of. പരമാവധി ഡാഷ് കാലയളവിലേക്ക് ചാർജ് അലവൻസ് നൽകാം. ആൻസർ 3 months, 3 മാസം. പെൻഷൻ ഈസ് റൗണ്ടഡ് ഓഫ് ടു ദ നെക്സ്റ്റ് ഹയർ റുപ്പീസ്. മാർക്ക് സ്യൂട്ടബിൾ കമൻറ്റ് ഫോർ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. പെൻഷൻ അടുത്ത ഉയർന്ന രൂപയിലേക്ക് മാറ്റുന്നു. ഈ പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ അഭിപ്രായം രേഖപ്പെടുത്തുക. ആൻസർ The statement is true as this is mentioned in Rule 58 Part 3 KSR. ഇത് പുസ്തകം നോക്കി എഴുതേണ്ട ചോദ്യമാണ്. തന്ന ഓപ്ഷനിൽ റൂൾ 58 Part 3 KSR മറിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഈ പെൻഷനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ പുസ്തകം നോക്കി എഴുതേണ്ട ചോദ്യമാണ്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് കയ്യിൽ KSRൻ്റെ പുസ്തകങ്ങൾ എല്ലാവരും കരുതിയിരിക്കേണ്ടതാണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ D ആണ്. The minimum number of years of service required for availing commuted leave is. കമ്മ്യൂട്ടഡ് ലീവ് ലഭിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ വർഷത്തെ സേവനം. ആൻസർ 3, 3 വർഷത്തെ സേവനം. The retirement age of a full-time contingent employee in state service is. സംസ്ഥാന സർവീസിലെ ഒരു മുഴുവൻ സമയ ജീവനക്കാരൻ്റെ വിരമിക്കൽ പ്രായം. ആൻസർ 56 years, 56 വർഷം. The maximum portion of pension that can be commuted as per KSR Part 3 is. KSR ഭാഗം 3 പ്രകാരം കമ്മ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന പെൻഷൻ്റെ പരമാവധി ഭാഗം. ആൻസർ 40%, 40%. An LDC working in Swaraj Bhavan, Thiruvananthapuram was transferred to an office in Vikas Bhavan situated 3 kilometers away on public interest. The officer was relieved on 25th May 2023 afternoon, on which date he should join
ഫോർ ഡ്യൂട്ടി. ഇത് ജോയിനിങ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. May 27, 2023 forenoon. A senior grade auditor in Kerala State Audit Department had applied for 10 days casual leave, but the superior officer had denied casual leave and allowed earned leave for 10 days. Mark a suitable comment of the superior officer. കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സീനിയർ ഗ്രേഡ് ഓഡിറ്റർ 10 ദിവസത്തെ ക്യാഷ്വൽ ലീവിനെ അപേക്ഷിച്ചിരുന്നുവെങ്കിലും മേലുദ്യോഗസ്ഥൻ ക്യാഷ്വൽ ലീവ് നിരസിക്കുകയും 10 ദിവസത്തെ ഏൺ ലീവ് അനുവദിക്കുകയും ചെയ്തിരുന്നു. സുപ്പീരിയർ ഓഫീസറുടെ ഉചിതമായ ഒരു അഭിപ്രായം അടയാളപ്പെടുത്തുക. ആൻസർ: ദ ആക്ട് വാസ് ഇൻകറക്റ്റ്. നിയമം തെറ്റായിരുന്നു. ക്യാഷ്വൽ ലീവിനെ അപേക്ഷിക്കുകയാണെങ്കിൽ ക്യാഷ്വൽ ലീവ് അനുവദിക്കേണ്ട ഉത്തരവാദിത്തം സുപ്പീരിയർ ഓഫീസർക്കുണ്ട്. ഏൺ ലീവിന് അദ്ദേഹം എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ സർവീസ് ബുക്ക് നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. അപ്പോൾ ഈ ഇവിടെ തന്നിരിക്കുന്ന സുപ്പീരിയർ ഓഫീസറുടെ കർത്തവ്യം തെറ്റാണ്. ദ മിനിമം സർവീസ് റിക്വയർഡ് ഫോർ ഗ്രാൻഡിങ് DCRG അനുവദിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ സേവനം. ആൻസർ: 5 years, 5 വർഷം. 5 വർഷം പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് DCRGക്ക് ക്ലെയിം ചെയ്യാനായിട്ട് അർഹതയുള്ളൂ. An assistant is transferred to Kerala House in Delhi. The maximum joining time admissible is. ഒരു അസിസ്റ്റൻറ്റിനെ ഡൽഹിയിലെ കേരള ഹൗസിലേക്ക് മാറ്റുന്നു. ജോയിൻ ചെയ്യാൻ അനുവദനീയമായ പരമാവധി സമയം. ആൻസർ: 30 days, 30 ദിവസം. If departmental enquiry or proceedings is pending against a retired official, then he is eligible only for. വിരമിച്ച ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല അന്വേഷണമോ നടപടികളോ നടക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് താഴെ പറയുന്നവയ്ക്ക് മാത്രമേ അർഹതയുള്ളൂ. ആൻസർ: പ്രൊവിഷണൽ പെൻഷൻ, താൽക്കാലിക പെൻഷൻ. എ ഡെപ്യൂട്ടി കമ്മീഷണർ ഓൺ ലീവ് ഈസ് സമ്മൺഡ് ബിഫോർ count in connection with GST case. Is he eligible to get TA? ഒരു GST കേസുമായി ബന്ധപ്പെട്ട് അവധിയിലുള്ള ഡെപ്യൂട്ടി കമ്മീഷണറെ കോടതിയിൽ വിളിച്ചു വരുത്തുന്നു. അയാൾക്ക് TA ലഭിക്കാൻ അർഹതയുണ്ടോ? ആൻസർ: യെസ്, ഹീ ഈസ് എലിജിബിൾ. TA ലഭിക്കാൻ അർഹതയുണ്ട്. നെക്സ്റ്റ് പെൻഷൻ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഈ പെൻഷൻ കാൽക്കുലേഷൻ, സാലറി ഫിക്സേഷൻ, അങ്ങനെ KSRമായി ബന്ധപ്പെട്ട പ്രോബ്ലംസിൻ്റെ എല്ലാം കൂടി ഒരുമിച്ച് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ദ റിട്ടയർമെൻറ്റ് ഏജ് ഓഫ് എംപ്ലോയീസ് ഹൂ എൻ്റർ ഇൻ ടു സർവീസ് ഓൺ ഓർ ആഫ്റ്റർ 1 April 2013. ഏപ്രിൽ 1, 2013 അതിനുശേഷമോ സർവീസിൽ പ്രവേശിക്കുന്ന ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം. ആൻസർ: 60 years, 60 വർഷം. കാരണം പങ്കാളിത്ത പെൻഷനെല്ലാം നടപ്പിലാക്കിയത് ഏപ്രിൽ 1, 2013 ശേഷമാണ്. അതിനു മുമ്പ് ഉള്ളവരുടെ വിരമിക്കൽ പ്രായം 56 വയസ്സാണ്. ഈ ഏപ്രിൽ 1, 2013 ശേഷം NPS നടപ്പാക്കിയതുകൊണ്ട് പിന്നീട് വരുന്ന സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം 60 വയസ്സാണ്. For the calculation of admissible joining time, Sundays are usually. ജോയിനിങ് ടൈം കണക്കാക്കുന്നതിന് ഞായറാഴ്ചകൾ സാധാരണയായി. ആൻസർ: എക്സ്ക്ലൂഡഡ്, ഒഴിവാക്കിയിരിക്കുന്നു. The maximum period of service considered for DCRG is. DCRGക്ക് പരിഗണിക്കുന്ന പരമാവധി സേവന കാലയളവ്. ആൻസർ: 33 years, 33 വർഷം. DA is inadmissible if the halt at a particular place exceeds dash days without the sanction of the competent authority. യോഗ്യതയുള്ള അധികാരിയുടെ അനുമതിയില്ലാതെ ഒരു പ്രത്യേക സ്ഥലത്ത് തങ്ങുന്നത് ഡാഷ് ദിവസങ്ങളിൽ കൂടുതലാണെങ്കിൽ DA അനുവദനീയമല്ല. ആൻസർ: 10 days, 10 ദിവസം. കമ്മ്യൂട്ടഡ് ലീവ് ഈസ് ദ കൺവേർഷൻ ഓഫ് വിച്ച് ലീവ്? കമ്മ്യൂട്ടഡ് ലീവ് എന്നത് ഏത് ലീവിൻ്റെ പരിവർത്തനമാണ്?
ആൻസർ ഹാഫ് പേ ലീവ്. ഹാഫ് പേ ലീവ് കൂട്ടി വെച്ചാണ് നമുക്കൊരു കമ്മ്യൂട്ടഡ് ലീവിന് അർഹതയുള്ളത്. ഒരു വർഷത്തിലെ 10 കമ്മ്യൂട്ടഡ് ലീവാണ് ഉള്ളത്. അപ്പോൾ 20 ഹാഫ് പേ ലീവിനും കൂടി അത് പരിഗണിക്കും. നെക്സ്റ്റ് DA കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ്. ഫുൾ DA ഫോർ 14 ഡേയ്സ്. ആയതിൻ്റെ വിശദീകരണം സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. Question 34. Which among the following fixation rule is applicable in the case of same scale promotion? സമാന സ്കെയിൽ പ്രൊമോഷൻ്റെ കാര്യത്തിൽ താഴെ പറയുന്ന നിയമങ്ങളിൽ ഏതാണ് ബാധകമാകുന്നത്? ആൻസർ റൂൾ 30 പാർട്ട് 1 KSR. അപ്പോൾ ഇത് പുസ്തകം നോക്കി എഴുതേണ്ട ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിലെയും റൂൾസ് KSRൻ്റെ പുസ്തകം മറിച്ച് നോക്കിയിട്ട് നമ്മൾ കണ്ടെത്തുക. അപ്പോൾ റൂൾ 30ൽ നമുക്ക് കാണാൻ സാധിക്കും ഫിക്സേഷൻ റൂൾ ഈസ് അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് സെയിം സ്കെയിൽ പ്രൊമോഷനെ കുറിച്ച്. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്. ഈസ് പാസിംഗ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് നെസസറി ഫോർ ഗ്രാൻഡിങ് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ്? നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഉയർന്ന ഗ്രേഡ് നൽകുന്നതിന് വകുപ്പ് പാസ് ചെയ്യേണ്ടത് ആവശ്യമാണോ? ആൻസർ നോ, ഇറ്റ് ഈസ് നോട്ട് നെസസറി. KSR ഈസ് ഗവേൺഡ് ബൈ? KSRനെ ഭരിക്കുന്നത്? ആൻസർ കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് പ്രകാരമാണ് KSR ഭരിക്കപ്പെടുന്നത്. An officer had put in a total qualifying service 29 years and 179 days. Then for the purpose of pension calculation, qualifying service can be calculated as. ഒരു ഉദ്യോഗസ്ഥൻ 29 വർഷവും 179 ദിവസവും മൊത്തം യോഗ്യതാ സർവീസ് നടത്തി. പെൻഷൻ കണക്കാക്കുന്നതിന് ആവശ്യത്തിനായി യോഗ്യതാ സേവനം എങ്ങനെ കണക്കാക്കാം? ആൻസർ 30 years, 30 വർഷം. ഈ 29 വർഷം കഴിഞ്ഞ് ഒരു ദിവസമാണെങ്കിൽ പോലും നമ്മളത് 30ലേക്ക് റൗണ്ട് ചെയ്തിട്ടാണ് പെൻഷൻ കാൽക്കുലേഷൻ പ്രോബ്ലംസ് എല്ലാം ചെയ്യുക. ഇപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്. For contingent employees, the maximum earned leave that can be earned in an year is. കണ്ടിൻജൻറ്റ് ജീവനക്കാർക്ക് ഒരു വർഷത്തിനുള്ളിൽ ലഭിക്കാവുന്ന പരമാവധി ഏൺ ലീവാണ് ഡാഷ്. ആൻസർ 15. The maximum period an employee is allowed to continue on deputation is. ഒരു ജീവനക്കാരനെ ഡെപ്യൂട്ടേഷനിൽ തുടരാൻ അനുവദിക്കുന്ന പരമാവധി കാലയളവ്. ആൻസർ 5 years, 5 വർഷം. If the distance from the headquarters and the outstation is more than dash kilometers, then the officer concerned can perform the journey on the day before and return journey on the next day of official business. ആസ്ഥാനത്ത് നിന്നും ഔട്ട്സ്റ്റേഷനിൽ നിന്നുള്ള ദൂരം ഡാഷ് കിലോമീറ്ററിൽ കൂടുതലാണെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് തലേ ദിവസം യാത്ര നടത്താനും അടുത്ത ദിവസം ഔദ്യോഗിക ജോലിക്ക് മടങ്ങാനും കഴിയും. ആൻസർ 50 kilometer, 50 kilometer. Which among the following forms the base of pension calculation? താഴെ പറയുന്നവയിൽ ഏതാണ് പെൻഷൻ കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനം? ആൻസർ ആവറേജ് എമോലുമെൻറ്റ്സ് ഫോർ ലാസ്റ്റ് 10 months, കഴിഞ്ഞ 10 മാസത്തെ ശരാശരി ശമ്പളം. ലീവ് അക്കൗണ്ട് കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ്. ലീവ് അക്കൗണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആൻസർ ഏൺ ലീവ്. വിച്ച് among the following statement is false with regard to compensation leave? നഷ്ടപരിഹാര അവധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ആൻസർ നൺ ഓഫ് ദ ഇസ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ദാറ്റ് മീൻസ് കോമ്പൻസേഷൻ ലീവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഒരു കലണ്ടർ വർഷത്തിൽ ലഭിക്കാവുന്ന പരമാവധി അവധി 15 ആണ്. ഓഫീസ് മേധാവിക്ക് ഇത് സ്വീകാര്യമല്ല. അദ്ദേഹം ജോലി ചെയ്ത അവധി ദിവസങ്ങൾ മുതൽ 3 മാസത്തിനുള്ളിൽ ഇത് പ്രയോജനപ്പെടുത്തണം. കോമ്പൻസേഷൻ ലീവ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ലീവ് അനുവദിച്ച ദിവസം തൊട്ട് 3 മാസത്തിനകം അത് എടുക്കണം. ഓഫീസ് മേധാവിക്ക് അതെടുക്കാൻ അർഹതയില്ല. പരമാവധി ഒരു വർഷത്തിൽ നമുക്ക് അനുവദിക്കാവുന്നത് 15 കോമ്പൻസേഷണറി ലീവാണ്. The present rate of commutation of pension is.
നിലവിലെ പെൻഷൻ കമ്മ്യൂട്ടേഷൻ്റെ നിരക്ക്? ആൻസർ 40%, 40%. A village officer worked at outstation for 10 months had received transfer to home station Kollam on request. Is he eligible for transfer TA? 10 മാസം ഔട്ട് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന ഒരു വില്ലേജ് ഓഫീസറുടെ അഭ്യർത്ഥന മാനിച്ച് കൊല്ലം ഹോം സ്റ്റേഷനിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചു. അദ്ദേഹം TA ട്രാൻസ്ഫറിന് യോഗ്യനാണോ? ആൻസർ നോ, ഹീ ഈസ് നോട്ട് എലിജിബിൾ. കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം റിക്വസ്റ്റ് പ്രകാരമാണ് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കിട്ടിയത്. അങ്ങനെയുള്ള കേസുകളിൽ ഒരിക്കലും TA അനുവദനീയമല്ല. ഇപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. ബോയ് സർവീസ് മീൻസ്? ആൺകുട്ടികളുടെ സേവനം എന്നാൽ? ആൻസർ സർവീസ് പ്രിയർ ടു ദ ഏജ് ഓഫ് 18. 18 വയസ്സിന് മുമ്പുള്ള സേവനത്തെയാണ് ബോയ് സർവീസ് എന്ന് വിളിക്കുന്നത്. After a continuous halt of 10 days, the halting place shall be treated as. 10 ദിവസം തുടർച്ചയായി നിർത്തിയതിന് ശേഷം നിർത്തുന്ന സ്ഥലം ഡാഷായി കണക്കാക്കും. ആൻസർ ടെമ്പററി ഹെഡ് ക്വാർട്ടേഴ്സ്, താൽക്കാലിക ഹെഡ് ക്വാർട്ടേഴ്സ്. A panchayat secretary is travelled in department vehicle and returned to headquarters within 24 hours. The maximum amount he is eligible in the form of IC and DA is. ഒരു പഞ്ചായത്ത് സെക്രട്ടറി വകുപ്പ് വാഹനത്തിൽ യാത്ര ചെയ്യുകയും 24 മണിക്കൂറിനുള്ളിൽ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങുകയും ചെയ്തു. IC എന്ന രൂപത്തിൽ അർഹതയുള്ള പരമാവധി തുകയും DAയും എത്രയാണ്? ആൻസർ മാക്സിമം 1 DA. ഒരു DA ആണ് അനുവദിക്കാവുന്നത്. ഡാഷ് ലീവ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് എ ലീവ്. ഡാഷ് അവധി ഒരു അവധിയായി അംഗീകരിക്കപ്പെടുന്നില്ല. ആൻസർ കാഷ്വൽ ലീവ്. കാഷ്വൽ ലീവ് ഒരു അവധിയായിട്ട് പരിഗണിക്കുന്നില്ല. ബാക്കി ഏൺ ലീവ്, ഹാഫ് പേ ലീവ്, കമ്മ്യൂണിറ്റി ലീവ് എല്ലാം അവധിയാണ്. ചൈൽഡ് അഡോപ്ഷൻ ലീവ് ഈസ് ഗ്രാൻറ്റഡ് ഫോർ ഡാഷ് ഡേയ്സ്. കുട്ടികളെ ദത്തെടുക്കാൻ ഡാഷ് ദിവസത്തേക്ക് അവർ അനുവദിക്കുന്നു. ആൻസർ 180 days, 180 ദിവസം. If the date of joining is beyond dash months, then the date of advice will not be taken as seniority, but the joining date will count for seniority. ചേരുന്ന തീയതി ഡാഷ് മാസങ്ങൾക്കപ്പുറമാണെങ്കിൽ ഉപദേശകൻ്റെ തീയതി സീനിയോറിറ്റിയായി കണക്കാക്കില്ല, എന്നാൽ ചേരുന്ന തീയതി സീനിയോറിറ്റിയായി കണക്കാക്കും. ആൻസർ 3 months, 3 മാസം. Which among the following don't count for increment? താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻക്രിമെൻറ്റിനായി കണക്കാക്കാത്തത്? ആൻസർ all of the above. That means overstayal of joining time regularized as LWA, suspension period not treated as duty, LWA under appendix 12A. ഇവ മൂന്നും ഇൻക്രിമെൻറ്റിനായി കണക്കാക്കുന്നില്ല. Which among the following is a special leave? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് സ്പെഷ്യൽ ലീവ്? ആൻസർ മെറ്റേണിറ്റി ലീവ്, പ്രസവാവധി. ബാക്കിയെല്ലാം നോർമൽ ലീവുകളാണ്. A vacation department staff performed 20 days duty on a total vacation period of 60 days. Mention the number of earned leave he will earn. ഒരു അവധിക്കാല ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് 60 ദിവസത്തെ മൊത്തം അവധിക്കാലത്ത് 20 ദിവസത്തെ ഡ്യൂട്ടി നിർവഹിച്ചു. അവൻ സമ്പാദിക്കുന്ന ഏൺ ലീവിൻ്റെ എണ്ണം എത്രയാണ്? ആൻസർ 10 days, 10 ദിവസം. Ex gratia pension is granted to a pensioner who retire from service without completing dash years of qualifying service. ഡാഷ് യോഗ്യതയുള്ള സേവന വർഷം പൂർത്തിയാക്കാതെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന പെൻഷൻകാർക്ക് എക്സ് ഗ്രേഷ്യ പെൻഷൻ നൽകുന്നു. ആൻസർ 10 years, 10 വർഷം. The maximum period of LWA under Appendix 12B is limited to dash years during the entire period of service. അനുബന്ധം 12Bക്ക് കീഴിലുള്ള LWAയുടെ പരമാവധി കാലയളവ് സേവനത്തിൻ്റെ മുഴുവൻ കാലയളവിലെയും ഡാഷ് വർഷങ്ങളായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ആൻസർ 5 years, 5 വർഷം.
ശൂന്യവേതനാവധി നമുക്ക് 3 തരത്തിലെടുക്കാം. അപ്പൻഡിക്സ് 12A, 12B, 12C. 12A എന്ന് പറയുന്നത് മെച്ചപ്പെട്ട വിദേശ ജോലിക്കായിട്ട് അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജോലിക്കായിട്ട് എടുക്കുന്ന ലീവാണ് 5 വർഷത്തേക്ക്. അപ്പൻഡിക്സ് 12B എന്ന് പറയുന്നത് സ്റ്റഡി പർപ്പസിന് എടുക്കുന്ന അവധിയാണ്. അപ്പൻഡിക്സ് 12C എന്ന് പറയുന്നത് വിദേശത്തുള്ള പങ്കാളിയോടൊപ്പം ചേരുന്നതിനായിട്ട് എടുക്കുന്ന ലീവാണ്. ഇവ 3ഉം 5 വർഷത്തേക്ക് പരമാവധി നിജപ്പെടുത്തിയിരിക്കുന്നു. A grade 1 officer is accompanied by his wife and 3 children aged 9 years, 11 years and 12 years during a transfer journey by train. For the calculation of transfer TA, which among the following statement is true? ട്രെയിനിൽ ഒരു ട്രാൻസ്ഫർ യാത്രയ്ക്ക് ഒരു ഗ്രേഡ് 1 ഉദ്യോഗസ്ഥൻ ഭാര്യയെയും 9, 11, 12 വയസ്സ് പ്രായമുള്ള 3 മക്കളെയും അനുഗമിക്കുന്നു. ഇതിൽ ആർക്കാണ് TA ലഭിക്കുക? താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ആൻസർ: ഓഫീസർ, വൈഫ് ആൻഡ് 3 ചിൽഡ്രൻ ആർ എലിജിബിൾ ഫോർ TA. ടിഎക്ക് എല്ലാവർക്കും അർഹതയുണ്ട്. കാൽക്കുലേറ്റ് ദ ക്വാളിഫയിങ് സർവീസ് ഓഫ് പെൻഷൻ. പെൻഷനിലേക്കുള്ള യോഗ്യതാ സേവനം കണക്കാക്കുക എന്ന ചോദ്യമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 27 years. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ വിശദീകരണം മറ്റൊരു വീഡിയോയിൽ നമ്മൾ നൽകുന്നതായിരിക്കും. Which among the holidays are excluded in the calculation of joining time? ചേരുന്ന സമയത്തിൻ്റെ കണക്കുകൂട്ടലിൽ അവധി ദിവസങ്ങളിൽ ഏതാണ് ഒഴിവാക്കിയിരിക്കുന്നത്? ആൻസർ: സൺഡേസ് ഓൺലി, ഞായറാഴ്ച മാത്രം. അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് ക്യാൻ ബി സാങ്ഷൻ ഓൺലി ബൈ. അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് താഴെ പറയുന്നവയ്ക്ക് മാത്രമേ അനുവദിക്കാൻ കഴിയൂ. ആൻസർ: ദ ഗവൺമെൻറ്, സർക്കാരിന്. സ്പെഷ്യൽ കാഷ്വൽ ലീവ് ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് അതർ ലീവ് കൈൻഡ് ഓഫ് ലീവ്. മാർക്ക് സ്യൂട്ടബിൾ കമൻറ്റ് ഫോർ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. പ്രത്യേക കാഷ്വൽ ലീവ് മറ്റ് തരത്തിലുള്ള അവധിയുമായി സംയോജിപ്പിക്കാം. ഈ പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ അഭിപ്രായം അടയാളപ്പെടുത്തുക. ആൻസർ: സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. സ്പെഷ്യൽ കാഷ്വൽ ലീവ് മറ്റ് അവധികളുമായി കമ്പൈൻ ചെയ്യാവുന്നവയാണ്. Which among the following statement is false in the case of leave for miscarriage? ഗർഭഛിദ്രത്തിനുള്ള അവധിയുടെ കാര്യത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ആൻസർ: ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഏൺ ലീവ്. ഇത് ഏൺ ലീവിനായി കണക്കാക്കുന്നു. ഇത് തെറ്റാണ്. ഏൺ ലീവിനായിട്ട് മിസ്കാരേജ് അവധി കണക്കാക്കപ്പെടുന്നില്ല. ഫോർ enforced halt -DA is eligible on the second day of halt. നിർബന്ധിതമായി നിർത്തുന്നതിന് -DAക്ക് ഹാൾട്ടിൻ്റെ 2ാം ദിവസം അർഹതയുണ്ട്. ആൻസർ: 3/4 DA, 3/4 DA. ഹയർ റേറ്റ് ഓഫ് ഫാമിലി പെൻഷൻ ഈസ് %% ഓഫ് ദ ലാസ്റ്റ് ബേസിക് പേ. കുടുംബ പെൻഷൻ്റെ ഉയർന്ന നിരക്ക് അവസാന ശമ്പളത്തിൻ്റെ %. ആൻസർ: 50%, 50%. If an employee dead on the first year of service, then the admissible DCRG will be. ഒരു ജീവനക്കാരൻ സേവനത്തിൻ്റെ ആദ്യ വർഷത്തിൽ മരിക്കുകയാണെങ്കിൽ അനുവദനീയമായ DCRG. ആൻസർ: 2 times the last emoluments, അവസാന ശമ്പളത്തിൻ്റെ 2 മടങ്ങ്. വാട്ട് ഈസ് ദ മാക്സിമം സെയിലിംഗ് പ്രൊപ്പോസഡ് ഫോർ പ്രൊവിഷണൽ പെൻഷൻ? താൽക്കാലിക പെൻഷന് നിർദ്ദേശിച്ചിട്ടുള്ള പരമാവധി പരിധി എത്രയാണ്? ആൻസർ: നോ സെയിലിംഗ് പ്രൊപ്പോസ്ഡ്, പരിധി നിർദ്ദേശിച്ചിട്ടില്ല. വിച്ച് among the following leave can be granted while an employee is under suspension? ഒരു ജീവനക്കാരൻ സസ്പെൻഷനിലായിരിക്കുമ്പോൾ താഴെ പറയുന്ന ഏത് അവധിയാണ് അനുവദിക്കുക? ആൻസർ: നൺ ഓഫ് ദ എബോവ്, മുകളിൽ പറഞ്ഞവയൊന്നും അനുവദിക്കില്ല. ദാറ്റ് മീൻസ് ഏൺ ലീവ്, അപ്പൻഡിക്സ് 12B, ലീവ് പ്രിപ്പറേറ്ററി റിട്ടയർമെൻറ്റ് ഇവയൊന്നും സസ്പെൻഷൻ കാലയളവിൽ അനുവദിക്കുകയില്ല. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് ഈസ് ഗ്രാൻറ്റഡ് ഫോർ ദ മാക്സിമം പീരീഡ് ഓഫ്. പരമാവധി കാലയളവിലേക്ക് പ്രത്യേക അവശത അവധി അല്ലെങ്കിൽ വൈകല്യ അവധി അനുവദിച്ചിരിക്കുന്നു.
ആൻസർ 24 months, 24 മാസം. In which part of Kerala service rules detailing regarding travelling allowance are dealt with? കേരള സർവീസ് നിയമങ്ങളുടെ ഏത് ഭാഗത്താണ് യാത്രാ അലവൻസുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ആൻസർ വോളിയം 1 പാർട്ട് 2. കെ എസ് ആറിന് 2 വോളിയമാണുള്ളത്, വോളിയം 1, വോളിയം 2. വോളിയം 1 പാർട്ട് 1 ജനറൽ സർവീസ് കണ്ടീഷൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. പാർട്ട് 2 ട്രാവലിംഗ് അലവൻസിനെ കുറിച്ച് പറയുന്നത്. ഇനി വോളിയം 2 പെൻഷനെ പറ്റി പ്രതിപാദിക്കുന്നു. Which among the following institution deals with local funds? താഴെ പറയുന്നവയിൽ ഏത് സ്ഥാപനമാണ് പ്രാദേശിക ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്? ആൻസർ ഓൾ ഓഫ് ദ എബോവ്. ദാറ്റ് മീൻസ് ഗ്രാമപഞ്ചായത്ത്, യൂണിവേഴ്സിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ ഇവയെല്ലാം പ്രാദേശിക ഫണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. An officer under suspension had applied for 30 days surrender of earned leave. The superior officer sanctioned it. Mark suitable comment on the action of the superior. സസ്പെൻഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ 30 ദിവസത്തെ ഏൺ ലീവിനെ അപേക്ഷിച്ചിരിക്കുന്നു. മേലുദ്യോഗസ്ഥൻ അനുമതി നൽകി മേലുദ്യോഗസ്ഥൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഉചിതമായ അഭിപ്രായം രേഖപ്പെടുത്തുക. ആൻസർ ദ ആക്ഷൻ ഓഫ് ദ സുപ്പീരിയർ ഈസ് ടോട്ടലി റോങ് ആൻഡ് അഗെയിൻസ്റ്റ് റൂൾസ്. മേലുദ്യോഗസ്ഥൻ്റെ നടപടി നിയമങ്ങൾക്ക് എതിരാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സസ്പെൻഷൻ കാലയളവിൽ ഒരിക്കലും നമുക്ക് ഏൺ ലീവ് സറണ്ടർ ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് സുപ്പീരിയറിൻ്റെ ആക്ഷൻ എഗെയിൻസ്റ്റ് ആണെന്ന് പറയുന്നത്. While traveling in hilly track, the class 1 officers are entitled to draw %% of DA or mileage allowance towards hill track. മലയോര മേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ ക്ലാസ് 1 ഓഫീസർമാർക്ക് മലയോര മേഖലയിലേക്ക് DA അല്ലെങ്കിൽ മൈലേജ് അലവൻസിൻ്റെ %, എടുക്കാൻ അർഹതയുണ്ട്. ആൻസർ 25%, 25%. The details regarding legal heirs eligible for family pension were dealt in. കുടുംബ പെൻഷന് അർഹതയുള്ള നിയമപരമായ അവകാശികളെ സംബന്ധിച്ച വിശദാംശങ്ങൾ വിശദീകരിക്കുന്നത്. ആൻസർ നൺ ഓഫ് ദ എബോവ്. അപ്പോൾ ഇത് പുസ്തകം നോക്കി എഴുതേണ്ട ചോദ്യമാണ്. തന്നിരിക്കുന്ന 3 ഓപ്ഷനും ചെക്ക് ചെയ്യുക. ആ 3 ഓപ്ഷൻ ചെക്ക് ചെയ്തിട്ട് അതിൽ ഫാമിലി പെൻഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടോ എന്ന് നോക്കുക. നിലവിൽ തന്ന 3 ഓപ്ഷനിലും ഫാമിലി പെൻഷനെ പറ്റി പറയുന്നില്ല. സോ ആൻസർ ഈസ് നൺ ഓഫ് ദ എബോവ്. The qualifying service of a staff nurse was 9 years and 2 days. The pension sanctioning authority rounded to 10 years. Mark the comment on it. ഒരു സ്റ്റാഫ് നേഴ്സിൻ്റെ യോഗ്യതാ സേവനം 9 വർഷവും 2 ദിവസവുമായിരുന്നു. പെൻഷൻ അനുവദിക്കുന്ന അധികാരം 10 വർഷമാക്കി. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. ആൻസർ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്പെഷ്യൽ റൗണ്ടിങ്. ഇതൊരു പ്രത്യേക റൗണ്ടിങ്ങിന് ഉദാഹരണമാണ്. An LDC was granted first time bound higher grade without passing the department test. Mark suitable comment on this. ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ജയിക്കാതെ ഒരു LDCക്ക് ആദ്യമായി ഉയർന്ന ഗ്രേഡ് നൽകി. ഇതിനെക്കുറിച്ചുള്ള ഉചിതമായ അഭിപ്രായം രേഖപ്പെടുത്തുക. ആൻസർ യെസ്, ഇറ്റ് ക്യാൻ ബി ഗ്രാൻഡഡ്. ഇത് അനുവദിക്കാൻ കഴിയും. Maternity leave is eligible for part-time contingent employees is -days. പാർട്ട്-ടൈം കണ്ടിൻജൻറ്റ് ജീവനക്കാർക്ക് അർഹതയുള്ള പ്രസവാവധി ദിനങ്ങൾ എത്രയാണ്? ആൻസർ 180 days, 180 ദിവസം. KSR is applicable to which among the following? താഴെ പറയുന്നവയിൽ KSR ആർക്കൊക്കെ ബാധകമാണ്? ആൻസർ those who entered into service on or after 1 November 1956. 1956 നവംബർ 1 അതിനുശേഷമോ സേവനത്തിൽ പ്രവേശിച്ചവർക്ക് KSR ബാധകമാണ്. Which among the following is a compensatory allowance? താഴെ പറയുന്നവയിൽ സേവനങ്ങളിൽ ഏതാണ് കോമ്പൻസേറ്ററി അലവൻസ്? ആൻസർ ഓൾ ഓഫ് ദ എബോവ്. ദാറ്റ് മീൻസ് യൂണിഫോം അലവൻസ്, ഹിൽ ട്രാക്ട് അലവൻസ്, പ്രൊജക്റ്റ് അലവൻസ് ഇവയെല്ലാം കോമ്പൻസേറ്ററി അലവൻസിന് എക്സാമ്പിളാണ്. Which among the following service don't count for increment?
താഴെ പറയുന്ന സേവനങ്ങളിൽ ഏതാണ് ഇൻക്രിമെൻറ്റിന് വിധേയമല്ലാത്തത്? ആൻസർ: സസ്പെൻഷൻ പീരീഡ് റെഗുലറൈസ്ഡ് ആസ് LWA. സസ്പെൻഷൻ കാലയളവ് ശൂന്യവേതനാവധിയായി ക്രമീകരിക്കുന്നത് ഇൻക്രിമെൻറ്റിന് വിധേയമല്ല. An officer in health department traveled to Sabarimala in connection with his official duty. The total distance travelled is 175 kilometers, of which 75 kilometers is through hill tract area. He is paid hill tract allowance for 175 kilometers. Mark a comment on this. ആരോഗ്യ മേഖലയിലെ ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ ഔദ്യോഗിക ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലേക്ക് യാത്ര ചെയ്തു. സഞ്ചരിച്ച മൊത്തം ദൂരം 175 കിലോമീറ്ററാണ്. അതിൽ 75 കിലോമീറ്റർ മലയോര മേഖലയിലൂടെയാണ് സഞ്ചരിച്ചത്. അദ്ദേഹം 175 കിലോമീറ്റർ ഹിൽ ട്രാക്ട് അലവൻസ് ലഭിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. ആൻസർ: ഹിൽ ട്രാക്ട് അലവൻസ് ഈസ് അഡ്മിസിബിൾ ഓൺലി ഫോർ 75 കിലോമീറ്റേഴ്സ്. മലയോര മേഖല അലവൻസ് 75 കിലോമീറ്ററിൽ മാത്രമേ അനുവദിക്കാവൂ. കാരണം അദ്ദേഹം 75 കിലോമീറ്റർ മാത്രമേ ഹിൽ ട്രാക്ട് ഏരിയയിലൂടെ യാത്ര ചെയ്തിട്ടുള്ളൂ. For journeys in department vehicle, the sailing limit will be reduced to. ഡിപ്പാർട്ട്മെൻറ്റ് വാഹനങ്ങളിലെ യാത്രകൾക്ക് പരിധി ഡാഷായി കുറയ്ക്കും. ആൻസർ: none of the above. In case of deputation, payment of pension contribution should be. ഡെപ്യൂട്ടേഷൻ്റെ കാര്യത്തിൽ പെൻഷൻ സംഭാവനയുടെ അടവ് ഇപ്രകാരമായിരിക്കും. ആൻസർ: 15% of maximum of scale of pay to be remitted by the foreign employer. വിദേശ തൊഴിലുടമ നൽകേണ്ട പരമാവധി ശമ്പള സ്കെയിലിൻ്റെ 15%. Which among the following service don't count for probation? താഴെ പറയുന്ന സേവനങ്ങളിൽ ഏതാണ് പ്രൊബേഷനായി കണക്കാക്കാത്തത്? ആൻസർ: LWA അണ്ടർ അപ്പൻഡിക്സ് 12A. 12A പ്രകാരം എടുക്കുന്ന ശൂന്യവേതനാവധി പ്രൊബേഷന് കണക്കാക്കപ്പെടുന്നില്ല. The maximum period of leave not due eligible in the entire service is limited to. മുഴുവൻ സേവനത്തിലും അർഹതയില്ലാത്ത അവധിയുടെ പരമാവധി കാലയളവ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ആൻസർ: 360 days, 360 ദിവസം. An LDC entered into service on 1st May 2006. He was promoted as UDC on 1st September 2009 and as HC on 1st December 2014. On completion of 15 years of service, he claimed for second time on higher grade. Is he eligible for second TBHG? ഒരു LDC മെയ് 1, 2006 സർവീസിൽ പ്രവേശിച്ചു. സെപ്റ്റംബർ 1, 2009 UDC ആയും ഡിസംബർ 1, 2014 HC ആയും സ്ഥാനക്കയറ്റം ലഭിച്ചു. 15 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ അദ്ദേഹം രണ്ടാം ടൈം ബൗണ്ട് ഹൈഗ്രേഡിനായി അവകാശം ഉന്നയിച്ചു. അദ്ദേഹം രണ്ടാം ഹൈബ്രിഡ് കൗണ്ടറിന് യോഗ്യനാണോ? ആൻസർ: നോ, ഹീ ഈസ് നോട്ട്. അദ്ദേഹം യോഗ്യനല്ല. 2 പ്രൊമോഷൻ ലഭിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിന് സെക്കൻഡ് ടൈം ബൗണ്ട് ഹൈഗ്രേഡിന് യോഗ്യനല്ല. DA is not admissible for halt exceeding 10 days at a phase. Mark a comment on this statement. DA ഒരു സ്ഥലത്ത് 10 ദിവസത്തിൽ കൂടുതൽ നിർത്തുന്നതിന് അനുവദനീയമല്ല. ഈ പ്രസ്താവനയിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. ആൻസർ: അഡ്മിസിബിൾ വിത്ത് ദ പ്രോപ്പർ സാങ്ഷൻ ഓഫ് ദ കോമ്പറ്റൻറ്റ് ഓഫീസർ. യോഗ്യതയുള്ള ഉദ്യോഗസ്ഥൻ്റെ ശരിയായ അനുമതിയോടെ സ്വീകാര്യമാണ്. A joint director in state audit department hold additional charge of another office continuously for 6 months. The charge given is fall additional charge. He claimed charge allowance for 6 months and the superior officer granted it. Mark a comment on this. സംസ്ഥാന ഓഡിറ്റ് വകുപ്പിലെ ഒരു ജോയിൻറ്റ് ഡയറക്ടർ 6 മാസത്തേക്ക് തുടർച്ചയായി മറ്റൊരു ഓഫീസിൻ്റെ അധിക ചുമതല വഹിക്കുന്നു. നൽകിയിരിക്കുന്ന ചാർജ് അധിക ചാർജാണ്. 6 മാസത്തെ ചാർജ് അലവൻസ് അദ്ദേഹം ക്ലെയിം ചെയ്യുകയും സുപ്പീരിയർ ഓഫീസർ അത് അനുവദിക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. ആൻസർ: The superior is wrong as charge allowance is limited to a maximum of 3 months. ചാർജ് അലവൻസ് പരമാവധി 3 മാസത്തേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നതിനാൽ മേലുദ്യോഗസ്ഥൻ ചെയ്തത് തെറ്റാണ്. ഡാഷ് അലവൻസ് ഈസ് എ മന്ത്ലി അലവൻസ് ഗ്രാൻഡഡ് ടു ആൻ എംപ്ലോയി ഹു ഈസ് ഡിസ്മിസൽ ഫ്രം സർവീസ്.
സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു ജീവനക്കാരന് നൽകുന്ന പ്രതിമാസ അലവൻസ് ആണ് ഡാഷ് അലവൻസ്. ആൻസർ കോമ്പാഷനേറ്റ് അലവൻസ്. വിച്ച് among the following സർവീസ് ഡോണ്ട് കൗണ്ട് ഫോർ പെൻഷൻ? താഴെ പറയുന്ന സേവനങ്ങളിൽ പെൻഷൻ കണക്കാക്കാത്തത് ഏതാണ്? ആൻസർ ഓൾ ഓഫ് ദ എബോവ്. ദാറ്റ് മീൻസ് ബോയ് സർവീസ്, ഡിസ്മിസൽ, ഡെയിലി വേജ് ഇവയൊന്നും പെൻഷന് കണക്കാക്കുന്നില്ല. ബോയ് സർവീസ് എന്ന് വെച്ചാൽ 18 വയസ്സിന് മുമ്പുള്ള സർവീസാണ്. ഇവിടെ ആൻസർ ഓൾ ഓഫ് ദ എബോവ്. വിച്ച് among the following leave can be combined along with LWA under Appendix 12C? താഴെ തന്നവയിൽ ഏത് ലീവാണ് അനുബന്ധം 12C പ്രകാരം ശൂന്യവേതന അവധിയുമായി സംയോജിക്കപ്പെടേണ്ടത്? ആൻസർ നൺ ഓഫ് ദ എബോവ്. മേൽ പറഞ്ഞവയൊന്നുമില്ല. അതായത് ക്യാഷ്വൽ ലീവ്, ഏൺ ലീവ്, ഹാഫ് പേ ലീവ് ഒന്നും LWA അണ്ടർ 12C അപ്പൻഡിക്സ് ആയിട്ട് കമ്പൈൻ ചെയ്യാൻ സാധ്യമല്ല. In case of inter-departmental transfer, second increment in the new department can be sanctioned. Inter-departmental transfer ആണെങ്കിൽ പുതിയ വകുപ്പിൽ രണ്ടാം ഇൻക്രിമെൻ്റ് അനുവദിക്കുന്നത്? ആൻസർ ആഫ്റ്റർ ഡിക്ലറേഷൻ ഓഫ് പ്രൊബേഷൻ ഇൻ ദ ന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. പുതിയ വകുപ്പിൽ പ്രൊബേഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം. An LDC joined in the Gramapanchayat on 1st September 2021. The secretary granted him 20 days casual leave till 31st December 2021. Mark a comment on this. ഒരു LDC ഒരു ഗ്രാമപഞ്ചായത്തിൽ സെപ്റ്റംബർ 1, 2021 ചേർന്നു. സെക്രട്ടറി അദ്ദേഹത്തിന് ഡിസംബർ 31, 2021 വരെ 20 ദിവസത്തെ ക്യാഷ്വൽ ലീവ് അനുവദിച്ചു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. ആൻസർ ദ ആക്ട് ഓഫ് ദ സെക്രട്ടറി ഈസ് വാലിഡ്. സെക്രട്ടറിയുടെ പ്രവൃത്തി സാധ്യതയുള്ളതാണ്. അതായത് നമ്മൾ സർവീസിൽ ഏത് ദിവസമാണോ പ്രവേശിക്കുന്നത് ആ ദിവസം തൊട്ട് ആ കലണ്ടർ വർഷം അവസാനിക്കുന്നത് വരെ സാധാരണ രീതിയിൽ 20 വർഷത്തെ ക്യാഷ്വൽ ലീവിന് അർഹതയുണ്ട്. പ്രൊബേഷൻ സീസസ് ടു ബി പേയബിൾ ഇഫ് ഇറ്റ് റിമൈൻസ് അൺഡ്രോവൺ ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് ഇയേഴ്സ്. പെൻഷൻ ഡാഷ് വർഷങ്ങളോളം വരാതെ കിടക്കുന്നുണ്ടെങ്കിൽ പെൻഷൻ നൽകുന്നത് ഇല്ലാതാകും. ആൻസർ 3 years, 3 വർഷം. A government officer travels for conducting university business will receive TA from. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ യൂണിവേഴ്സിറ്റി കാര്യങ്ങൾക്കായി യാത്ര ചെയ്യുമ്പോൾ TA ഡാഷിൽ നിന്ന് ലഭിക്കും. ആൻസർ യൂണിവേഴ്സിറ്റി. റൂൾ 56 ഓഫ് പാർട്ട് 3 KSR ഡീൽസ് വിത്ത്. ചട്ടം 56 പാർട്ട് 3 KSR വിവരിക്കുന്നത്? ആൻസർ വോളണ്ടറി റിട്ടയർമെൻറ്റ്, സ്വമേധയാ വിരമിക്കൽ. ഇത് പുസ്തകം നോക്കി എഴുതേണ്ട ചോദ്യമാണ്. KSR വോളിയം 2 റൂൾ 56 നോക്കുകയാണെങ്കിൽ അതിൽ വോളണ്ടറി റിട്ടയർമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് ക്യാൻ ബി സാങ്ഷൻ ബൈ. മുൻകൂർ വർധനവ് അനുവദിക്കുന്നത്? ആൻസർ ഗവൺമെൻറ്. സർക്കാരാണ് മുൻകൂർ വർധനവ് അനുവദിക്കുന്നത്. If the transfer is within headquarters and the officer is relieved on the forenoon of Saturday, then he should report for duty on. സ്ഥലമാറ്റം ഹെഡ്ക്വാർട്ടേഴ്സിലാണെങ്കിൽ ഉദ്യോഗസ്ഥൻ വിമുക്തനാകുന്നത് ഫോർനൂൺ ശനിയാഴ്ചയാണ്. തുടർന്ന് അദ്ദേഹം ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാണ്? ആൻസർ സാറ്റർഡേ ആഫ്റ്റർനൂൺ, ശനിയാഴ്ച അപരാഹ്നം. ജോയിനിങ് ടൈം ഈസ് ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി ഫോർ ദ പർപ്പസ് ഓഫ്. ജോലിക്ക് ചേരുന്ന സമയം താഴെ പറയുന്ന ആവശ്യങ്ങൾക്കുള്ള കടമയായി കണക്കാക്കുന്നു. ആൻസർ ഓൾ ഓഫ് ദ എബോവ്. ദാറ്റ് മീൻസ് ക്വാളിഫയിങ് സർവീസ് ഫോർ പെൻഷൻ, ഇൻക്രിമെൻറ്റ്, ഏൺ ലീവ് ഇവയ്ക്കെല്ലാം ജോയിനിങ് ടൈം ഡ്യൂട്ടിയായി കണക്കാക്കുന്നു. നെക്സ്റ്റ്, എക്സ്ഗ്രേഷ്യ പെൻഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് എഫക്റ്റ് ഫ്രം. എക്സ്ഗ്രേഷ്യ പെൻഷൻ നിലയിൽ വന്നത്? ആൻസർ 1st October 1999, 1999 ഒക്ടോബർ 1. In case of anticipatory pension, dash percentage of DCRG can be authorized. മുൻകൂർ പെൻഷൻ്റെ കാര്യത്തിൽ ഡാഷ് ശതമാനം DCRG മാത്രമേ അധികാരപ്പെടുത്താവൂ. ആൻസർ 75%, 75%. അപ്പോൾ ഇത്രയാണ് 100 ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൽ ധാരാളം ചോദ്യങ്ങൾ മുൻകാല വർഷങ്ങളിൽ നിന്ന് ആവർത്തിച്ച് വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ധാരാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് KSRൻ്റെ പരീക്ഷയ്ക്ക് മുമ്പ് എല്ലാവരും വർക്കൗട്ട് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രോബ്ലംസ് എല്ലാതും നമുക്ക്
ലാസ്റ്റ് ചെയ്താൽ മതിയാകും. കാരണം എളുപ്പമുള്ള ചോദ്യങ്ങളെല്ലാം പെട്ടെന്ന് പിക്ക് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എബോവ് 50 or 60% മാർക്സ് ലഭിക്കാവുന്നതേ ഉള്ളൂ. പരീക്ഷ പാസ്സാവാനായിട്ട് നമുക്ക് 40% മാർക്ക് മാത്രം മതിയാകും. അപ്പോൾ ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.